ഹായ്, അസ്സലാമു അലൈക്കും. ഇത് നമ്മൾ ആദ്യം തന്നെ ഡ്രസ്സ് എടുക്കാൻ പോയി. അത് കഴിഞ്ഞിട്ടാണ് വന്നിട്ട് നോമ്പ് തുറക്കുള്ളത് ഉണ്ടാക്കുന്നത്. ഇത് നോമ്പ് 26-ൻ്റെ നോമ്പ് തുറയാണ്. അപ്പം നമ്മൾ വലുതായിട്ടൊന്നും സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയില്ല. ബ്രെഡ് സാൻഡ്വിച്ച്, ഈസി സാൻഡ്വിച്ച്. അത് നമ്മൾ മയണൈസ് മസാലയൊക്കെ ഇട്ടിട്ട്, ഇതിപ്പം മോന് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ചെയ്യുന്നതാണ്. അപ്പോഴേക്ക് കറണ്ട് പോയി, മറ്റേ ഫോണിൻ്റെ ലൈറ്റ് പോയി. അതാണ് കുറച്ചൊരു ഡാർക്ക്. അവനെ എടുത്തു വെക്കാൻ ചൂടായതുകൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ഇത് ലാസ്റ്റൊക്കെയാണ്. ആദ്യമൊക്കെ ഞാൻ ചെയ്തിരുന്നു. പച്ചമുളക് പേസ്റ്റ് അരച്ച് അതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇത് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മസാലപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, അങ്ങനെ എല്ലാ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രീൻ ചിക്കനായിരുന്നു വെച്ച്. ഇതിപ്പോൾ എപ്പോഴും ഒരേപോലെ വെക്കാതെ ഇതിപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയിട്ട്, കുറച്ച് ഗ്രേവി വേണമെങ്കിൽ നമുക്ക് പൊടികളൊക്കെ കൂടുതൽ ചേർത്താൽ ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പം പൊറോട്ടയ്ക്കൊക്കെ ഇവിടെ ഗ്രേവി തന്നെ വേണം, കുറച്ച് ചാറായിട്ട് വെക്കണം. അപ്പം ഇനിയിപ്പം ഇതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. പിന്നെ ആദ്യം ഞാൻ അധികം വെള്ളം ഒഴിച്ചില്ല. ഈ ഒരു മിക്സിൽ തന്നെ കിടന്ന് ഇതിപ്പം അതിൽ കാണുന്നത് ചിക്കൻ്റെ വെള്ളം തന്നെയാണ്. അതൊന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം എല്ലാം ചിക്കന് പിടിക്കാൻ വേണ്ടി അങ്ങനെ കുറച്ച് സമയം ആദ്യം തന്നെ വെള്ളം ഒഴിക്കാതെ, ആദ്യം തന്നെ വെള്ളം ഒഴിച്ചാൽ ചിക്കനിലൊന്നും പിടിക്കില്ല, ആ വെള്ളം കൂടുതലായിപ്പോയാൽ. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ പെരട്ട് പോലെ വെച്ചിട്ടാണ് കുറച്ച് വെന്ത് കഴിയുമ്പോഴെല്ലാം പിടിച്ച് കഴിയുമ്പോഴാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ചിക്കൻ കറിക്ക്. ആ ചിക്കനെല്ലാം പിടിക്കും. ആദ്യം തന്നെ വെള്ളത്തിൽ വേവുമ്പോൾ ആ ചിക്കൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ഒരു ടേസ്റ്റ് കുറവ് പോലെയാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ ചെയ്തു. ഇപ്പം കുറുകിയായിരിക്കുന്നത്, കുറച്ച് ഞാൻ ലൂസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ മെയിനായിട്ട് നോമ്പിനുള്ള ഒരു ഐറ്റമാണ് ഒറോട്ടി. ഒറോട്ടിയുടെ ഫുൾ പ്രിപ്പറേഷൻ്റെ വീഡിയോ ഞാൻ ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യാം. ഇതിപ്പം ഉമ്മയും വാപ്പയും കൂടിയൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ ചുടുന്നതിൻ്റെ വീഡിയോ ആണ്. ഇവിടെ വലിയ അപ്പോൾ ആദ്യം ഒരു തവണ ഇട്ടിട്ട് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഒന്ന് തിരിച്ചിടും. പിന്നെ നല്ലപോലെ മുകളിലൊന്ന് ഇങ്ങനെ കുമിളകൾ വരുമ്പോഴാണ് മൂന്നാമത്തെ തിരിച്ചിടുന്നത്. അപ്പോൾ നല്ലപോലെ പൊങ്ങി വരും. പൊറോട്ട നല്ലപോലെ പൊങ്ങി വരും.
ഈ ചോപ്പർ കുറച്ചായിട്ട് മേടിച്ചിട്ട് കഴിഞ്ഞ വർഷമാണ് ഞാൻ മേടിച്ചത്. പിന്നെ ഇടയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പോയി എന്നതുകൊണ്ട് പിന്നെ ഇത് അങ്ങനെ എടുക്കില്ല. ഞാൻ സവാള അരിയാൻ വേണ്ടി ഇപ്പം ബ്രെഡ് സാൻഡ്വിച്ച് പോലെ ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി ഞാനിത് ഇപ്പം സവാള പൊടിയായി കിട്ടാൻ ഇതിൽ നല്ലതാണ്. അപ്പം ഇതെടുത്തിട്ടുണ്ട്. അടുത്ത് നീ ആക്കിക്കോളാൻ. എന്നിട്ട് ഇത് ഇങ്ങനെ വീത്ത വെക്കാനോ? വെക്കുന്നേ അടുത്ത് ആക്കുമ്പോൾ നീ പരസ്യ കോളാണ്. പരസ്യം എന്താണ്? ചിക്കൻ കറി. നീ അത് മോളോട്ട് വിളിച്ചാണ് വെറുതെ ചിരിച്ചിട്ട് കളയാണ്. വെള്ളോ? എന്നാൽ അതിലോട്ട് വയ്ക്ക്. റിവേഴ്സ് ഇടാം. റിവേഴ്സ് അപ്പുറത്ത് ഇങ്ങോട്ട് വയ്ക്കണം. നല്ല വത്തക്കളല്ലേ?